10 വാചകത്തിൻ്റെ ഉള്ളിൽ എഴുതപ്പെടുന്ന ഏറ്റവും മികച്ച കഥയ്ക്കാണ് 25 ലക്ഷം രൂപ ഇന്ത്യൻ മണി കൊടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു വാക്കിന് ഒരു 2 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടും. പ്രിയപ്പെട്ട ലെനിൻ, രാഷ്ട്രീയക്കാരനായ അങ്ങും എഴുത്തുകാരനായ ഞാൻ തന്നെയും ചിലപ്പോൾ ധൂളികളായി ഭാവിയിൽ മറഞ്ഞു പോയേക്കാം. ആരും ഗവനിക്കാനില്ലാത്ത, ഒരാളുടെയും ഓർമ്മയില്ലാത്ത ഒന്നായി മറഞ്ഞു പോയേക്കാം. പക്ഷേ ഈ സംഗീതം നമ്മൾ നിർത്തിയാൽ നിർത്തുന്ന ഒന്നല്ല. നമ്മുടെ ഈ ശരീരം പൊടി കൊണ്ടാണ് നിർമ്മിച്ചതെങ്കിൽ ഒറ്റ നിമിഷത്തെ വെയിലിൽ അത് യക്ഷിക്കഥയിലെ വാക്കുകളാക്കി മാറ്റുന്ന മാന്ത്രികത സാഹിത്യത്തിന് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമാണ്. അത് വായിച്ചിട്ട് ഒരു 10 ദിവസത്തേക്കെങ്കിലും ഞാൻ ഒന്നും വായിച്ചില്ല. കാരണം എനിക്ക് കിട്ടി എന്ന് പെട്ടെന്ന് ഉള്ളിലൊരു ബോധോദയം. സിദ്ധാർത്ഥൻ ബുദ്ധനായതുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ മിഥിനക്കയുടെ ആ സമ്മാനമാണ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ ജ്ഞാനസ്നാനം എന്നൊക്കെ വീമ്പ് പറയുന്ന ഒരാളാക്കി എന്നെ മാറ്റിയത് എന്ന് ഞാൻ കരുതുന്നു. വാരണവീരൻ തലയറ്റ് വില്ലറ്റ് വീരൻ ഭഗദത്തൻ തൻ്റെ ശിരസ്സറ്റ് 4ാമത് ആനതൻ വാലും അരിഞ്ഞിട്ട് കോലാഹലത്തോടെ പോയതു ബാണവും എന്നാണ്. ഇത്തവണ കളിക്ക് ഒരു മാറ്റമാകാമെന്ന് കരുതി അയാൾ തൻ്റെ ബലിഷ്ഠമായ വിരലുകൾ, നടുവിരലും ചൂണ്ടുവിരലും തോക്കിൻ്റെ മൊനയാക്കി പിടിച്ച് അവന് നേരെ ചൂണ്ടുകയും ഠോ എന്ന് ശബ്ദിക്കുകയും ചെയ്തു. 5 വാചകം. നിയമസഭയുടെ അങ്കണത്തിൽ എഴുത്തുകാർ വന്നിരുന്ന് സംസാരിക്കുന്നതിനൊരു അധിക മാനമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിയമസഭയുടെ അങ്കണത്തിലേക്ക് എഴുത്തുകാർ വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളൊരു സാംസ്കാരിക പ്രഭാഷണം എന്ന വാക്കിന് ശേഷം ഒരു മന്ത്രിയുടെ പേരാണ് നോട്ടീസിൽ കാണുന്നതെങ്കിൽ നമുക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയതായിട്ട് തോന്നും അച്ചടിച്ചവർക്ക്. കാരണം നമ്മുടെ മന്ത്രിമാരും MLA-മാരും ഒക്കെ സാംസ്കാരിക പ്രഭാഷണം നടത്താൻ അർഹരല്ലെന്നൊരു തോന്നൽ നമ്മുടെ മലയാളിയുടെ മനസ്സിൽ അറിയാതെയുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അതിഗംഭീരന്മാരായ സാംസ്കാരിക പ്രവർത്തകരും കവികളും എഴുത്തുകാരുമെല്ലാം ജവഹർലാൽ നെഹ്റു മുതൽക്ക് ഇങ്ങോട്ട് നമ്മൾ ഭരിച്ചിട്ടുണ്ട് എന്നോർക്കുമ്പോൾ നമുക്കിപ്പോൾ തോന്നുന്ന ഈ അത്ഭുതം അല്ലെങ്കിൽ വിസ്മയം പൊറുക്കാവുന്നതാണെന്ന് തോന്നുന്നു. എഴുത്തിൻ്റെയും വായനയുടെയും ജ്ഞാനസ്നാനങ്ങളെപ്പറ്റിയാണ് എനിക്ക് വിഷയം തന്നിട്ടുള്ളത്. യഥാർത്ഥത്തിലൊരു വായനയുടെ ജ്ഞാനസ്നാനമാണ് എന്നെ എഴുത്തുകാരനാക്കിയത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കുട്ടിക്കാലത്ത് ഏതെങ്കിലും രീതിയിൽ 4 പേരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം എന്ന് അമിതമായിട്ട് ആഗ്രഹിച്ച ഒരു കുട്ടിയായിരുന്നു. കുറേ ക്രിക്കറ്റ് കളിച്ച് നോക്കി, കുറേ സ്കൂളിലും കോളേജിലൊക്കെ പാട്ട് പാടി നോക്കി, നാടകത്തിലൊക്കെ അഭിനയിച്ച് നോക്കി. ഒരു രക്ഷയുമില്ലാതെ അവസാനമാണ് സാഹിത്യത്തിലേക്ക് വന്നത്. 10ൽ പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് അൻവർ ഹുസൈൻ അവൻ്റെ വീട്ടിൽ റംസാൻ നോമ്പ് തുറയ്ക്ക് കൊണ്ടുപോയത് ഞാൻ ഓർക്കുന്നു. അവൻ്റെ ഉപ്പയോട് മീതിനിക്ക എന്ന് ഞാൻ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന അദ്ദേഹം ഇന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അൻവർ എന്നെ വിശദമായിട്ട് പരിചയപ്പെടുത്തി. ഇവന് പാട്ടുപാടുന്ന അസുഖമുണ്ട്, കവിത എഴുതുന്ന അസുഖമുണ്ടെന്നൊക്കെ തമാശയ്ക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം ഊണ് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് എനിക്ക് 2 സമ്മാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിൽ നിന്നും സംഗീത ശേഖരത്തിൽ നിന്നുമായിട്ട് എടുത്തു തന്നു. ഞാൻ അതുവരെയും കേൾക്കാത്ത 2 പേരുകൾ 2 വസ്തുക്കളായി എൻ്റെ കൂടെ പോന്നു. ഒന്ന് ദസ്തേവ്സ്കിയുടെ കാരമസോ ബ്രദേഴ്സിന് ഇംഗ്ലീഷിലേക്കുള്ള 2 വോള്യങ്ങളായിട്ടുള്ള ഗ്രിഗറി റബാസ എന്ന് പറയുന്ന വിവർത്തകൻ നിർവഹിച്ചിട്ടുള്ള വിവർത്തനമായിരുന്നു. 2 ലെജൻഡ് എന്ന പേരിലുള്ള ഒരു കറുത്ത നിറത്തിലുള്ള കാസറ്റായിരുന്നു. അത് മെഹദി ഹസൻ എന്ന് പറയുന്ന വിശ്രുതനായിട്ടുള്ള ഗസൽ ഗായകൻ പാടിയ
ഏറ്റവും മികച്ച ഗസലുകൾ അടങ്ങുന്നതായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വിശ്വസാഹിത്യത്തിൻ്റെയും മലയാള ഗാനങ്ങൾക്കപ്പുറം മറ്റേതെങ്കിലും ഒരു തലത്തിൽപ്പെട്ട സംഗീതവുമായിട്ടും ആദ്യമായിട്ട് മുഖാമുഖം നിന്ന സന്ദർഭം അതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ മിഥുനക്കയുടെ ആ സമ്മാനമാണ് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ ജ്ഞാനസ്നാനം എന്നൊക്കെ വീമ്പ് പറയുന്ന ഒരാളാക്കി എന്നെ മാറ്റിയത് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് വലിയൊരു നമസ്കാരം. നമ്മുടെ ചെറിയ കുട്ടികളെ വേണ്ട പ്രായത്തിൽ ചിലർ കണ്ണ് തിരിച്ച് വിടുന്നത് കൊണ്ടാണ് അവർ വലിയ കുട്ടികളായി മരിച്ചു പോകുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അങ്ങനെ ഒരു വലിയ കുട്ടിയായി മരിച്ചു പോകാൻ എനിക്ക് അവസരം തന്ന അദ്ദേഹത്തിനെ ഞാൻ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഓർമ്മിക്കാറുണ്ട്. വായന ആണ് എഴുത്തിനെ സൃഷ്ടിക്കുന്നതെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും. ഒരു നല്ല കൃതി വായിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഹാങ് ഓവറിൽ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാത്തവർ കൗമാരത്തിലും യൗവനത്തിലുമെങ്കിലും ആരും ഉണ്ടാവുകയില്ല. അതേ മട്ടിൽ എന്തെങ്കിലുമൊക്കെ വായിച്ച പുസ്തകങ്ങളുടെ ഹാങ് ഓവറിൽ കുട്ടിക്കാലത്തെ കുത്തിക്കുറിക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. ക്ലാസ് മുറികളിൽ നിന്ന് കിട്ടിയ സിലബസിൽപ്പെട്ട് കിട്ടിയ കഥകളും കവിതകളും കൂടാതെ കടുങ്ങല്ലൂരിലെ ഞങ്ങളുടെ സാഹിത്യപോഷിണി വായനശാല എന്ന് പറയുന്ന ഒരു ചെറിയ വായനശാലയിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന 16,000 പുസ്തകങ്ങൾ മുഴുവൻ വായിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു 17 വയസ്സിനുള്ളിൽ. അത് കുറച്ച് അതിശയോക്തിപരമായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കലശലായ ആസ്തമ രോഗമുള്ള ഒരു കുട്ടിയായിരുന്നു യൗവനാരംഭം വരെയും ഞാൻ എന്നുള്ളതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ചെയ്യാവുന്ന ഏറ്റവും ഗംഭീരമായ വിനോദം വായനയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അക്കാലം മുഴുവനും ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഒഴികെ മലയാളത്തിൽ കിട്ടുന്ന എല്ലാ പുസ്തകങ്ങളും ഒരു 17-18 വയസ്സിനുള്ളിൽ അന്ന് അച്ചടിക്കപ്പെട്ട് വിപണിയിലെത്തിയ പുസ്തകങ്ങൾ, ആ വായനശാലയിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ മുഴുവനും വായിച്ച ആളാണ്. എന്നാൽ എല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിച്ചു എന്ന് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. നമ്മൾ വായിച്ച പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ വായനയ്ക്ക് ശേഷവും നമ്മളെ പിന്തുടരുന്ന പുസ്തകങ്ങൾ മാത്രമാണ്. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. നിങ്ങൾക്കറിയാം, ഏറ്റവും മികച്ച പുസ്തകങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ സാധിക്കുകയില്ല. എൻ്റെ വായനയാകട്ടെ നല്ലൊരു വാചകം കണ്ടാൽ, നല്ലൊരു വരി കണ്ടാൽ അവിടെ തട്ടിത്തടഞ്ഞ് നിന്നു പോവുകയും പിന്നെ സ്വന്തമായ ഒരു ഭാവനാ ലോകത്തേക്ക് പോവുകയും ആ പുസ്തകത്തിൻ്റെ വായന കുറേ നേരത്തേക്ക് മുടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് പലപ്പോഴും നല്ല പുസ്തകങ്ങൾ പെട്ടെന്ന് വായിക്കാൻ സാധിക്കാതിരിക്കുകയും ശരാശരി പുസ്തകങ്ങൾ ഒരു പുസ്തകം വായിക്കേണ്ടുന്ന സമയത്തിൽ വായിച്ചു തീർക്കുകയും മോശം പുസ്തകങ്ങൾ 10-15 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കുകയും ചെയ്യുന്നൊരു വായനക്കാരനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ മുന്നിൽ വന്നുപെട്ട വലിയ പുസ്തകങ്ങളിൽ നിന്ന് ഹൃദയത്തിൽ തടഞ്ഞ വാക്കുകളുടെ സ്വാധീനമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ സ്വാധീനമല്ല എന്നെ എഴുത്തുകാരനാക്കിയതെന്ന് എനിക്ക് പറയാൻ കഴിയും. ഉദാഹരണത്തിന് മാക്സിം ഗോർക്കിയുടെ, ഇന്നിപ്പോൾ മാക്സിം ഗോർക്കി എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മ എഴുതിയ ആൾ എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷക്കാർക്കെങ്കിലും അദ്ദേഹം എപ്പോഴും പ്രിയങ്കരനായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. മാക്സിം ഗോർക്കിയുടെ ബാല്യകാലത്തെ സംബന്ധിക്കുന്ന അദ്ദേഹത്തെ എഴുത്തുകാരനായി രൂപപ്പെടുത്തിയതല്ല, അദ്ദേഹത്തെ ഒരു മനുഷ്യനായി രൂപപ്പെടുത്തിയ, ഒരു പൂർണ്ണ മനുഷ്യനായി രൂപപ്പെടുത്തിയ ബാല്യകാലത്തെക്കുറിച്ച് എഴുതിയ അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങൾ നിങ്ങൾക്ക് പഴയ തലമുറയിൽപ്പെട്ടവർക്കെങ്കിലും ഓർമ്മയുണ്ടാകും. പുതിയ കുഞ്ഞുങ്ങൾ അത് നിർബന്ധമായിട്ടും തപ്പിപ്പിടിച്ച് വായിക്കേണ്ട 3 പുസ്തകങ്ങളാണ്, വായന തുടങ്ങുന്ന ഘട്ടത്തിലെങ്കിലും. അതിൽ ഗോർക്കി ഒരു മറ്റൊരു വീട്ടിൽ പോയി വേലക്കാരനായി ജോലി ചെയ്യുന്ന സന്ദർഭം പറയുമ്പോൾ അവിടുത്തെ പൊട്ടിയ ഓടിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന സൂര്യരശ്മിയുടെ ഒരു കിരണത്തെപ്പറ്റി, സൂര്യരശ്മിയെപ്പറ്റി പറയുന്നുണ്ട്. ഒരു ബീം പോലെ, ഒരു തൂണ് പോലെ. നിങ്ങൾക്കറിയാമായിരിക്കും, പഴയ കാലത്തെ പൊട്ടിയ ഓടുകളിലൂടെയും ഓലപ്പുരകളുടെയും നമ്മുടെ ഉച്ച സമയത്തൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്ത് ഒരു സുവർണ്ണ നിറത്തിലുള്ളൊരു ബീം വരും. ഈ സ്ത്രീകൾ പോൾ ഡാൻസ് കളിക്കുന്നൊരു പോൾ ഉണ്ടാവില്ലേ, ആ പോൾ ഡാൻസിൻ്റെ പോൾ പോലെ ഒരു വെയിലിൻ്റെ ഒരു ബീം കാണാം. അതിൽ ആ വീട്ടിലെ അടിഞ്ഞുകൂടിയ പൊടി അത്രയും കാറ്റിൽ പറന്ന് സ്വർണ്ണ നിറത്തിൽ ഇളകി കളിക്കുന്നത് കാണാം. ഗോർക്കി അതിനെപ്പറ്റി പറയുമ്പോൾ അറിയാതെ എന്നോണം എഴുതി പോകുന്നൊരു വരി, ആ സൂര്യകിരണത്തിൻ്റെ
നാളിയിൽ പൊടിപടലങ്ങൾ യക്ഷിക്കഥയിലെ വാക്കുകൾ പോലെ മിന്നിക്കളിച്ചു എന്നാണ്. യക്ഷിക്കഥയിലെ വാക്കുകൾ പോലെ പൊടിപടലങ്ങൾ അതിൽ മിന്നിക്കളിച്ചത് വെറുതെ പറഞ്ഞു പോവുകയാണ്. ഒരു സർഗാത്മകനായ ഒരു മനുഷ്യൻ ഒരു വെയിൽ നാളത്തെ പൊട്ടിയ ഓട്ടിലൂടെ വന്ന ഒരു വെയിൽ നാളത്തെ കാണുന്നത് അതിൽ യക്ഷിക്കഥയിലെ വാക്കുകൾ പോലെ, നിങ്ങളത് പിന്നെയും പിന്നെ ഒന്ന് ഓർത്ത് നോക്കണം, യക്ഷിക്കഥയിലെ വാക്കുകൾ പോലെ വെറും പൊടി, വെറും ക്ഷുദ്രമായ പൊടി അതിൽ തിളങ്ങി നിറഞ്ഞു എന്നോ മറ്റോ. ആ വാക്ക് എനിക്ക് ഓർമ്മയിൽ. ഇതാണ് അതിൻ്റെ ആശയം. നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിൽ കാണാൻ സാധിക്കുമെന്ന്. അത് വായിച്ചിട്ട് ഒരു 10 ദിവസത്തേക്ക് ഞാൻ ഒന്നും വായിച്ചില്ല. കാരണം എനിക്ക് കിട്ടി എന്ന് പെട്ടെന്ന് ഉള്ളിലൊരു ബോധോദയം. സിദ്ധാർത്ഥൻ ബുദ്ധനായതുപോലെ ഒരു കേവലാത്മാവ്, ദരിദ്രനും നിർധനനും അനാരോഗ്യവാനുമായ ഒരു കുട്ടി പെട്ടെന്ന് ശക്തനും സർഗാത്മകനും ധീരനും തൻ്റെടിയുമായി മാറിയ ഒരു നിമിഷത്തെ അതിന് സമ്മാനിക്കാൻ സാധിച്ചു. ആ ഒരൊറ്റ വരിയിലെ ആ വാക്ക്. യക്ഷിക്കഥയിലെ വാക്കുകൾ പോലെ തിളങ്ങുന്ന പൊടിപടലങ്ങൾ. നമ്മൾ മണ്ണുകൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ധൂളിയായി, ഭസ്മമായിട്ടോ ധൂളിയായിട്ടോ മണ്ണോട് മണ്ണായിട്ടോ അലിഞ്ഞു പോകാനുള്ളവരാണെന്നും നിങ്ങൾക്കറിയാം. നമ്മുടെ ഈ ശരീരം പൊടി കൊണ്ടാണ് നിർമ്മിച്ചതെങ്കിൽ ഒറ്റ നിമിഷത്തെ വെയിലിൽ അത് യക്ഷിക്കഥയിലെ വാക്കുകളാക്കി മാറ്റുന്ന മാന്ത്രികത സാഹിത്യത്തിന് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷമാണ്. അങ്ങനെ ഗോർക്കിയുടെ ആ പുസ്തകം നിങ്ങൾ പണ്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വായിക്കണമെന്ന് നിങ്ങളോട് ശുപാർശയാണ്. ഞാൻ എൻ്റെ വിഷാദ കാലങ്ങൾ ഇടയ്ക്ക് എന്നെ ആക്രമിക്കുമ്പോൾ ഞാൻ ആ ഗോർക്കി എടുത്ത് വായിക്കും. ഗോർക്കിയെ പിന്നീട് ഒ വിജയൻ ഗോർക്കിയെ പറ്റി നല്ലൊരു കുറിപ്പുകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് തോന്നുന്നത് ഒരു നല്ല സംഭവം എഴുതിയിട്ടുണ്ട്. ഗോർക്കിയെ കാണാൻ ലെനിൻ വരുന്നൊരു സന്ദർഭമുണ്ട്. അപ്പോൾ നേരത്തെ മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചിട്ടാണ് ലെനിൻ വരുന്നത്. ഗോർക്കി എഴുത്തുമുറിയിലാണ്. റഷ്യയിലെ ഏറ്റവും പ്രഗത്ഭനായ പഴയകാലത്തെ ഒരു സംഗീതജ്ഞൻ്റെ സംഗീതം ആ മുറിയിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അന്നത്തെ പഴയകാലത്തെ സംഗീതോപകരണത്തിലൂടെ. അപ്പോൾ ലെനിൻ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് വരുന്നത്. ഗോർക്കി പലപ്പോഴും ഇടതുപക്ഷം ഏതെങ്കിലും തരത്തിലുള്ള, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഉഴലുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പിതൃസ്വരൂപനെ പോലെ രക്ഷയ്ക്കെത്തിയ എഴുത്തുകാരനാണ്, നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യാൻ തന്നെയാണ് വന്നത്. അപ്പോൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ലെനിൻ പറയുന്നുണ്ട്, ഗോർക്കി, നമ്മുടെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് മുമ്പ് കുറച്ച് നേരം ആ സംഗീതമൊന്ന് ഓഫ് ചെയ്യാമോ, നിർത്തിവെക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോർക്കി പറയുന്നൊരു മറുപടി നേരത്തെ പറഞ്ഞുമായിട്ട് ചേർത്ത് വയ്ക്കാവുന്ന ഒന്നാണ്. ഗോർക്കി പറഞ്ഞു, പ്രിയപ്പെട്ട ലെനിൻ, രാഷ്ട്രീയക്കാരനായ അങ്ങും എഴുത്തുകാരനായ ഞാൻ തന്നെയും ചിലപ്പോൾ ധൂളികളായി ഭാവിയിൽ മറഞ്ഞു പോയേക്കാം. ആരും ഗവനിക്കാനില്ലാത്ത, ഒരാളുടെയും ഓർമ്മയിലില്ലാത്ത ഒന്നായി മറഞ്ഞു പോയേക്കാം. പക്ഷേ ഈ സംഗീതം നമ്മൾ നിർത്തിയാൽ നിർത്തുന്ന ഒന്നല്ല, അത് അനന്തകാലത്തേക്ക് ഭൂമിയിൽ തുടരുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് നിർത്തണ്ട, അത് കേട്ടോട്ടെ, നമുക്ക് സംസാരിക്കാം, രാഷ്ട്രീയം സംസാരിക്കാമെന്ന് പറഞ്ഞ് ഗോർക്കിയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വായനയിൽ തടയുന്ന ചില ഉജ്ജ്വല മുഹൂർത്തങ്ങൾ ആണ് നമ്മുടെ ആത്മാവിൻ്റെ ഏറ്റവും ഗംഭീരങ്ങളായിട്ടുള്ള പൊടികളെ. അതങ്ങ് ഭൂമിക്കടിയിൽ സ്വർണത്തിൻ്റെ അയിരിൽ, സ്വർണത്തിൻ്റെ തരികൾ പലയിടത്തായി ചിതറിക്കിടക്കുന്നത് പോലെ, അതിനെ സംസ്കരിച്ച് സ്വർണത്തിൻ്റെ കട്ടിയാക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിൽ, നമ്മുടെ പ്രാണനിൽ, നമ്മുടെ ആന്തരിക പ്രകൃതിയിൽ, നമ്മുടെ ഉള്ളിൻ്റെ മണ്ണിൽ പലയിടങ്ങളായി ചിതറിക്കിടക്കുന്ന സ്വർണത്തിൻ്റെ തരികളെ സംസ്കരിച്ച് ഒരു സ്വർണ്ണക്കട്ടിയാക്കി മാറ്റുവാനുള്ള ശക്തി നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. ആ ശക്തിയിലാണ് നമ്മൾ പിന്നീട് ഏതെങ്കിലും വരികൾ എഴുതുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പഴയകാലത്തെ സാഹിത്യത്തിൽ മാത്രമല്ല, പുതിയ കാലത്തിൻ്റേതെന്ന് പറയുന്ന, നമ്മൾ ദുർഗ്രഹങ്ങളെന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ആധുനികത എന്ന് നമ്മൾ പിന്നീട് പേരിട്ട് വിളിച്ച പല കൃതികളിലും കടന്നു പോകുമ്പോൾ അതിൻ്റെ പൊതുവായ വിഷയം, അത് പറയാൻ ഉദ്ദേശിക്കുന്ന ദാർശനികമായ തലം, അതിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന കഥയുടെ പശ്ചാത്തലം, എല്ലാത്തിനും അപ്പുറത്ത് ചില നിമിഷങ്ങളിൽ ആ എഴുത്തുകാരൻ എതിർമുട്ടുന്ന അതിഗംഭീരങ്ങളായ ചില നിമിഷങ്ങൾ നമ്മുടെ ആത്മാവിലേക്ക് വീണുപോകും. ഇപ്പോൾ കാമു, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കാമുവിൻ്റെ പ്ലേഗ് നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. പ്ലേഗിൽ വെറുതെ വായിച്ചു പോകുമ്പോൾ കെ എന്ന പട്ടണത്തിൽ വസന്തകാലത്ത് പൂക്കൾ വിൽക്കാനിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും തെരുവിൻ്റെ 2 വശത്തും പൂക്കൂടകൾക്ക് പിന്നിലിരുന്നു കൊണ്ട്
പൂ വേണോ എന്ന് ഉറക്കെ വിളിച്ച് കൂവുന്നുണ്ട്. പൂ എടുക്കുക സാർ, അങ്ങനെ അതിനെ പറഞ്ഞിട്ട് ആ പാരഗ്രാഫിൻ്റെ അവസാനത്തെ വരി ആൽബേർ കാമു എഴുതും, തലയറുക്കപ്പെട്ട വസന്തം തെരുവിലിരുന്ന് നിലവിളിച്ചു എന്ന്. തലയറുക്കപ്പെട്ട വസന്തം തെരുവിലിരുന്ന് നിലവിളിച്ചു എന്ന്. അത് വായിച്ചാൽ പിന്നെ നമുക്ക് പുസ്തകം അടച്ചു വെക്കണം, പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവിടെ വെച്ച് നമ്മൾ ഓഹ് എന്ന് പറഞ്ഞു പോകും. ഇങ്ങനെ ഈ ഓഹ് എലമെൻ്റ് എൻ്റെ വാക്കുകൾ വായിച്ചും ആരുടെയും കൂടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടണം എന്നുള്ള ഒരു ദുരാഗ്രഹമാണ് എന്നെ എഴുത്തുകാരനാക്കിയത്. സിലബസുകളിൽ പലപ്പോഴും അങ്ങനെ ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകും. ഇപ്പോൾ നമ്മൾ ഈ പുരാണം വായിക്കുന്നതിൽ കാര്യമില്ല, എഴുത്തച്ഛനെ വായിക്കുന്നതിൽ കാര്യമില്ല എന്നൊക്കെ ചില എഴുത്തുകാർ തന്നെയും, പുതിയ കാലത്തെ എഴുത്തുകാർ തന്നെയും പറയും. പക്ഷേ അത് നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, എഴുത്തിൻ്റെ വലിയ ലോകത്തേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, മഹാപ്രതിഭന്മാരുടെ ഗംഭീരമായ നിമിഷങ്ങളിലൂടെ നിങ്ങൾക്കും സഞ്ചരിച്ചിട്ട് മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ എഴുത്തച്ഛന് നിർബന്ധമായിട്ടും വായിക്കണമെന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം അതിൻ്റെ ഭക്തിയൊക്കെ മാറ്റിവെച്ചിട്ട് അദ്ദേഹം കാണിച്ചു തന്ന സന്ദർഭങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ഒരു എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് എഴുത്തുകാരുടെ കുലത്തിൽ ജനിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു വലിയ സന്തോഷം ഞാൻ അനുഭവിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മലയാളം പഠിച്ചവർക്കൊക്കെ അറിയാം, മഹാഭാരത യുദ്ധത്തിൽ ഭഗദത്തൻ എന്ന് പറയുന്ന ഒരു വില്ലാളി വീരൻ്റെ ശിരസ് അറുക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു ബാണം, ഒരു അസ്ത്രം, ഭഗദത്തൻ ആനപ്പുറത്തിരുന്നാണ് യുദ്ധം ചെയ്യുന്നത്. അർജുനൻ്റെ ഒരു അസ്ത്രം അദ്ദേഹത്തെ കൊല്ലുന്ന രംഗമാണ്. അത് 4 വരിയിൽ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വിഷ്വൽ നിങ്ങൾ മനസ്സിൽ കാണണം. വാരണവീരൻ എന്ന് വെച്ചാൽ ആനയാണ്, വാരണം എന്ന് വെച്ചാൽ ആനയാണ്. വാരണവീരൻ, ഏറ്റവും മികച്ച ആനയുടെ പുറത്താണ് അയാൾ ഇരിക്കുന്നത്. വാരണവീരൻ തലയറ്റ് വില്ലറ്റ്, വീരൻ ഭഗദത്തൻ തൻ്റെ ശിരസ്സറ്റ്, 4ാമത് ആനതൻ വാലും അരിഞ്ഞിട്ട് കോലാഹലത്തോടെ പോയതു ബാണവും എന്നാണ്. വെറുതെ ഒരു യുദ്ധവർണ്ണനയാണ്, വെറുതെ അങ്ങോട്ടും തല്ലുകൂടുന്ന കുറച്ച് കൂട്ടുകുടുംബത്തിൻ്റെ ഒരു അടിസീൻ പറയുകയാണ്, കൗരവ പാണ്ഡവ യുദ്ധം. പക്ഷേ ഈ താഴെ നിന്ന് എയ്യുമ്പോൾ ആനയുടെ വലിപ്പം ഓർക്കുക. വാരണവീരനാണ്, വലിപ്പമുള്ള മസ്തകമുള്ള വലിയ തലയെടുപ്പുള്ള ആനയാണ്. താഴെ നിന്ന് എയ്യുമ്പോൾ ആദ്യം ഈ വാരണവീരൻ്റെ തല അറുക്കുന്നു ആ ബാണം. പിന്നെ അതിൻ്റെ ഗതി നോക്കുക, അത് പൊങ്ങി വീരൻ വില്ലറ്റ്, ഭഗദത്തൻ വില്ല് ഓങ്ങി പിടിച്ചിരിക്കുന്ന ആ വില്ല് മുറിയുന്നു. പിന്നെ ഭഗദത്തൻ്റെ ശിരസ് മുറിയുന്നു. 3 മുറിച്ചതിന് ശേഷവും അതിൻ്റെ ശക്തി അവസാനിച്ചിട്ടില്ല. അപ്പോഴേക്കും ഈ ആന താഴേക്ക് കുനിയും, തലയറുക്കപ്പെടുന്ന ആന താഴേക്ക് കുനിയുമ്പോൾ 4ാമത് ആനതൻ വാലും അരിഞ്ഞിട്ട്, വാലിങ്ങനെ പൊക്കും, വേദനിക്കുന്ന ആന വാല് പൊക്കും, അതിൻ്റെ വാലുകൂടി മുറിച്ചിട്ട് കോലാഹലത്തോടെ ആ ബാണം പോയി എന്ന് വെറുതെ പറഞ്ഞു പോവുകയാണ്. അത് വായിച്ചതിന് ശേഷം നമുക്ക് ഈ സർഗാത്മകതയെ വന്ദിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത് ഏറ്റവും മനുഷ്യന് സാധ്യമായിട്ടുള്ള ഏറ്റവും ഗംഭീരമായ പ്രകാശനമാണ് എന്ന് മനസ്സിലാക്കുന്ന നിമിഷം നമ്മൾ മറ്റെല്ലാ കലകളുടെ മുകളിലും സാഹിത്യത്തെ പ്രതിഷ്ഠിക്കും. സാധാരണ പറയാറുണ്ട്, സംഗീതത്തിൻ്റെ പദവി ആഗ്രഹിക്കുന്നു എല്ലാ കലകളുമെന്ന്. കാരണം മറ്റെല്ലാ കലകളിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ അതിഗംഭീരമായ കവിതയാണ് എഴുതിയിരുന്ന ഒരു കവിക്കും ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ അതിഗംഭീരമായ ഒരു ചിത്രമാണ് വരച്ചിരിക്കുന്നതെന്ന് ചിത്രകാരനും ഈ അബ്സ്ട്രാക്റ്റ് രചന നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണ്. നിങ്ങൾ ചിത്രകലയിൽ അനുശീലനം ചെയ്തിട്ട് വരൂ എന്ന് ഒരു പെയിൻറ്റർക്കൊക്കെ പറയാൻ സാധിക്കും. പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ ഗംഭീരമായി പാടി എന്നൊരു ഗായകന് നിങ്ങളോട് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ജയചന്ദ്രനൊക്കെ മരിക്കുമ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ അറിയാം, ദൈവം അനുഗ്രഹത്തിൻ്റെ വെള്ളത്തിൽ മുക്കി പുറത്തെടുത്ത് വെച്ചൊരു മനുഷ്യനെ പോലെയാണ് ജയേന്ദ്രൻ ശബ്ദിച്ചത് മുഴുവൻ. അത് കേട്ടിരിക്കുമ്പോൾ സാമാന്യ മനുഷ്യരാൽ സാധ്യമല്ലാത്ത അസാമാന്യമായ ഒരു ഘടകം അവരിൽ നമ്മളെക്കാൾ മുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു നമസ്കാരം, സ്നേഹമല്ല, ഒരു വലിയ നമസ്കാരം നമുക്ക് അർപ്പിക്കാനായിട്ട് തോന്നും. അത്തരം നമസ്കാരങ്ങൾക്ക് വേണ്ടി കൊതിച്ച ഒരു കുട്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ അത്രയൊന്നും നമസ്കാരം ഏറ്റുവാങ്ങിയിട്ടില്ലെങ്കിലും ഇരിക്കുന്നത്. ഭാവിയിൽ ആരെങ്കിലുമൊക്കെ നമസ്കരിച്ചേക്കും, ചത്തതിന് ശേഷമെങ്കിലും ആരെങ്കിലുമൊക്കെ വായിച്ചതിന് ശേഷം ഒരു നമസ്കാരം ആ ചത്തുപോയ പാവം സുഭാഷിന് കൊടുത്തേക്കും എന്ന വലിയൊരു പ്രതീക്ഷയോടെ വാക്കിൻ്റെ മുമ്പിൽ നമസ്കാരത്തോടെ ഇരുന്ന ആളാണ് ഞാൻ. ഇങ്ങനെ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങൾ വായനയുടെ സന്ദർഭത്തിൽ നിന്ന് ഓർത്തു പറയാൻ സാധിക്കും. ഇത് കാലദേശഭേദമന്യേ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒന്നാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എം ടി വാസുദേവൻ നായർ സാറ് മരിച്ചതിന് ശേഷവും അതിനു മുമ്പും
അദ്ദേഹത്തെ പറ്റി നമ്മൾ സാധാരണ കേൾക്കുന്നൊരു ആശയം, അദ്ദേഹം ലോക സാഹിത്യത്തിലെ ക്ലാസിക്കുകൾ മുഴുവൻ വായിച്ച ആളാണ്, അല്ലെങ്കിൽ ആധുനിക സാഹിത്യവും ലോകത്തിൽ ഇറങ്ങുന്ന പുസ്തകങ്ങൾ വായിച്ച ആളാണ്. ഏകാന്തയുടെ 100 വർഷങ്ങൾ മലയാളിയെ ആദ്യം പരിചയപ്പെടുത്തത് 1968 പരിചയപ്പെടുത്തത് MT ആണെന്നൊക്കെ പറയും. അതിൻ്റെ ഒപ്പം നമ്മൾ വായിക്കും, അറിയാത്ത മഹാത്ഭുതങ്ങളെ ഉള്ളിൽ വഹിക്കുന്ന മഹാസമുദ്രത്തെക്കാൾ എനിക്കിഷ്ടം എൻ്റെ നിളാനദിയാണ് എന്ന് പറഞ്ഞ MT നമ്മൾ വായിക്കും. അദ്ദേഹം എഴുതിയത് മുഴുവൻ കൂടല്ലൂരിലെ സാധാരണ മനുഷ്യരുടെ കഥകളാണെന്നും നമ്മൾ വായിക്കും. നമുക്ക് അത്ഭുതം തോന്നാം, MT പോലെ ലോക സാഹിത്യം വായിച്ച ഒരാൾ എന്തുകൊണ്ടാണ് സ്വന്തം ഗ്രാമത്തിൻ്റെ കഥകളിലേക്ക് മാത്രം പോയതെന്ന്. എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞതിൻ്റെ മറുപടി, ലോക സാഹിത്യം മുഴുവനും ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവരെല്ലാവരും കൂടല്ലൂരിനെ പറ്റിയല്ല എഴുതുന്നത്, അവരുടെ സ്വന്തം ഗ്രാമത്തെ പറ്റിയാണ്. കാമു എഴുതിയതും കാഫ്ക എഴുതിയതും ദസ്തേവ്സ്കി എഴുതിയതും ടോൾസ്റ്റോയ് എഴുതിയതും നമുക്കറിയാവുന്ന മുറാക്കാമി തുടങ്ങിയ ഏറ്റവും ഗംഭീരന്മാരെ ഇപ്പോൾ ലോകത്തുള്ള എല്ലാ എഴുത്തുകാരും എഴുതുന്ന അവരവരുടെ ജീവിതം, അവരവരുടെ ഗ്രാമവും അവരവരുടെ ജീവിതമാണ്. അത് മനസ്സിലാക്കാതെയാണ് ഇതിങ്ങനെ നമ്മൾ വിമർശനാത്മകമായിട്ട് പറയുന്നത്. അപ്പോൾ MT വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് താൻ എഴുതേണ്ടുന്നത് തൻ്റെ ജീവിതമാണെന്നും തൻ്റെ ഗ്രാമത്തിൻ്റെ കഥയാണെന്നും ആ ലോക്കൽ എഴുതുമ്പോഴാണ് അത് ഗ്ലോബൽ ആകുന്നതെന്നും പിൽക്കാലത്ത് ആളുകൾ ഉപയോഗിക്കുന്ന ഈ ഗ്ലോക്കൽ എന്നൊക്കെ പറയുന്ന സംജ്ഞ പണ്ടേ മനസ്സിലാക്കിയ ഒരാളാണ് അദ്ദേഹം. അത് വായന കൊണ്ട് അറിഞ്ഞ ഒരു അധികമായിട്ടുള്ള തിരിച്ചറിവാണ് എന്ന് ഞാൻ വിചാരിക്കട്ടെ. നമ്മുടെ ഇന്ത്യയുടെ എഴുത്ത് കണ്ട് വിസ്മയിച്ചിട്ടുള്ള നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള പല എഴുത്തുകാരുണ്ട്. ഇപ്പോൾ ലൂയി ബോർഹേസിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം എവിടെ വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം കവിതയെ പറ്റിയാണ് സംസാരിക്കുന്നത്. കവിതയിലൂടെ തന്നെ ആകർഷിച്ച ലോകത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ്. അതിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് എനിക്കിപ്പോൾ പേര് ഓർമ്മയില്ലാത്ത ഒരു എഴുത്തുകാരൻ്റെ ഒരു വരി ഞാൻ പറയാം എന്ന് പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ആ എഴുത്തുകാരൻ നമുക്ക് വായിക്കുമ്പോൾ അറിയാം, മറ്റാരുമല്ല, കാളിദാസനാണ്. മേഘസന്ദേശത്തിൽ ഒരു വരി ബോർഹേസ് എഴുതുന്നുണ്ട്. അതിൽ പറയുന്നു, അവിടുത്തെ ഏറ്റവും ശക്തനായ ദൈവം പരമശിവൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം വിശ്വ നടനം നടത്തുന്ന ഒരാളാണ്. ശിവനടനം എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായത് പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ശിവൻ താമസിക്കുന്ന ഹിമാലയത്തിലെ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഹിമാലയത്തിലെ കൈലാസത്തിനപ്പുറത്തുള്ള മഞ്ഞു മൂടിയ പർവ്വത പങ്ക്തികളെ ഈ കവി വർണ്ണിക്കുന്ന രംഗമുണ്ട്. അദ്ദേഹത്തിന് കാളിദാസൻ എന്നുള്ള പേര് കിട്ടുന്നില്ല. അങ്ങനെ വർണ്ണിക്കുമ്പോൾ ലോകൈകനാഥനായിട്ടുള്ള ഈ പ്രപഞ്ചശക്തി എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു വിശ്വനടനം ചെയ്യുന്ന ഒരാൾ, ഒരു ദൈവം, അദ്ദേഹത്തിൻ്റെ അട്ടഹാസം ഉറഞ്ഞ് കട്ടിയായതുപോലെയാണ് ഈ മലനിരകൾ എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് ബോർഹേസ് പറയാണ്. അദ്ദേഹം പറയുന്നു, അത് ആ വരി വായിച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം. കാരണം ഇത് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. അതായത് വിമാനത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപഗ്രഹത്തിലൂടെയോ ഒന്നും ഈ ഹിമാലയ നിരകളെ കാണാൻ സാധിക്കാത്ത ഒരു കാലത്ത് ആണ് നമ്മുടെ കാളിദാസൻ ഇത് എഴുതിയെന്ന് ഓർക്കണം. രൂക്ഷൈ അട്ടഹാസ്യസ്യ എന്നാണ് സംസ്കൃതത്തിൽ. ഞാൻ ആ വരികൾ പിന്നെ എടുത്തു നോക്കിയപ്പോൾ കണ്ടത് രൂക്ഷമായ അട്ടഹാസത്താൽ എന്നാണ്. ആ അട്ടഹാസം എന്നുള്ള ചിരി ഇങ്ങനെ അതിൻ്റെ തരംഗ രൂപത്തിൽ ഉറഞ്ഞ് കട്ടിയാകുമ്പോൾ മഞ്ഞായി മാറും. ഉറഞ്ഞ് കട്ടിയായതാണ് ഹിമാലയത്തിലെ ഗിരിശൃംഗങ്ങൾ എന്ന് ഇന്ത്യയിലെ ഒരു പഴയ എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. അതിനെ വിസ്മയിപ്പിച്ച് കളഞ്ഞു എന്ന് നമ്മുടെ തന്നെ പറയട്ടെ ജോർജ് ലൂയി ബോർഹേസ് എഴുതിയിട്ടുണ്ട്. ഇത് വിശ്വസിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. കാരണം ആ ക്രിയേറ്റിവിറ്റിയുടെ ആ ഉന്നതമായിട്ടുള്ള ആ നിമിഷം ലോകത്തെ വായനക്കാർക്ക് മാത്രമല്ല, ലോകത്തെ ഗംഭീരന്മാരായ എഴുത്തുകാർക്കും അത് അർഹിക്കുന്ന വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇങ്ങനെ ഞാൻ വായിച്ച ഒരുപാട് സന്ദർഭങ്ങളും ആശയങ്ങളും കഥകളും കവിതകളും എന്നെ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഒരു എഴുത്തുകാരനാവാൻ ആഗ്രഹിച്ചതും കുറച്ചെങ്കിലും ഒരു എഴുത്തുകാരനായി തീർന്നതും എന്ന് ഞാൻ കരുതുന്നു. അത് വായിക്കുന്ന പുസ്തകങ്ങളിലെ മനുഷ്യർ കഥാപാത്രങ്ങളായി ചിത്രീകരിക്കപ്പെട്ടതിന് ശേഷം സ്വയം സമ്പൂർണ്ണതയായി തീർന്നിരിക്കുന്ന ഒരു അത്ഭുതം നമുക്ക് പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യരെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് തോന്നുകയില്ല. പക്ഷേ അവരെപ്പറ്റി ഒരു കഥയോ നോവലോ രചിക്കുമ്പോൾ അവർ സ്വയം സമ്പൂർണ്ണരായിട്ട് മാറിയിരിക്കുന്ന ഒരു അത്ഭുതം നമുക്ക് കാണാൻ പറ്റും. അവരിൽ പിന്നെ ഒന്നും എടുത്തു കളയാനൊന്നുമില്ല. അവരെക്കുറിച്ച് എഴുതിയ ആ സന്ദർഭങ്ങളോ അല്ലെങ്കിൽ അത്രയും വലിപ്പമോ ആവഹിക്കുന്ന ആ കഥാപാത്രം തന്നെയാണ് അവർ മുഴുവനായിട്ടും. നമുക്കത് ഇപ്പോൾ അയൽവക്കത്തെ വാസുചേട്ടനെ കഥാപാത്രമാക്കിക്കൊണ്ട് ഒരാളൊരു കഥ എഴുതുമ്പോൾ
കഥയിൽ എഴുതപ്പെട്ട വാസുചേട്ടൻ പൂർണ്ണനാണെന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. ഇവിടെ അയൽവക്കത്തിരുന്ന വാസുചേട്ടൻ അപൂർണനായിട്ട് ജീവിതം മരണം വരെ തുടരുന്നൊരു പാവമായിട്ടും നിൽക്കും. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ സാഹചര്യങ്ങളെ, നമ്മുടെ യാഥാർത്ഥ്യത്തെ, നമ്മൾ നിരന്തരം എതിർമുട്ടുന്ന യാഥാർത്ഥ്യത്തെ എക്കാലത്തേക്കുമുള്ള ഒരു സൗന്ദര്യാനുഭവമായിട്ട് സാഹിത്യത്തിൽ പുനഃപ്രതിഷ്ഠിക്കാൻ സാധിക്കും എന്നുള്ളത് സാഹിത്യത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു സാധ്യതയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടുകൂടി അവർ അനശ്വരരായി തീർന്നു. അതോടുകൂടി അവർ സാധാരണ മനുഷ്യരെക്കാൾ കൂടുതൽ ഉയരത്തിലുള്ള ആളുകളായി മാറുന്നു. ഇത് സാഹിത്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഒരു കൃതിയോ ഒരു കഥയോ ഒരു നോവലോ ഒരു കഥ എന്തുമായിക്കൊള്ളട്ടെ, അത് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ കഥ പറഞ്ഞു തരുന്ന ഒരു കഥയിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന വാക്കുകളുടെയോ അലങ്കാരത്തിൻ്റെയോ ഒക്കെ അപ്പുറത്ത് നമ്മളെ കുറച്ചും കൂടി വലിയ മനുഷ്യരാക്കുന്ന എന്തോ ഒരു പൊളിറ്റിക്സ് അതിലുള്ളതുപോലെ നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞാനൊരു ചെറിയ കഥ പറയും. ഞാൻ പലപ്പോഴും പല വേദികളിലും പറയുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. എൻ്റെ കഥയല്ല, നിങ്ങൾ വായിക്കാത്തൊരു കഥയായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. വാക്കിൻ്റെ വിലയെപ്പറ്റി ഇന്നിപ്പോൾ രാവിലെ ശ്രീ എം എ ജോൺസൺ മാഷിൻ്റെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു ഇവിടെ തന്നെ. അത് ഞാനാണ് പ്രകാശിപ്പിച്ചത്. അദ്ദേഹം തിരഞ്ഞെടുത്ത് ഇഷ്ടപ്പെട്ട കഥകൾ ചേർത്തിട്ടുള്ള സമാഹാരമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രോലോഗായിട്ട്, അതിൻ്റെ ആമുഖവാചകമായിട്ട് എഴുതിയിട്ടുള്ള എൻ്റെ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് അദ്ദേഹം വേദിയിൽ വായിച്ചപ്പോഴാണ് ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ തന്നെയും പോയത്. അതായത് വലിയ ഒരു നോവൽ എഴുതാൻ ആർക്കും സാധിച്ചേക്കും, നല്ല ഒരു ചെറുകഥ എഴുതുവാൻ പിന്നെയും കുറച്ചും കൂടി എളുപ്പമാണ്. 10-20 വരികളിൽ അതിഗംഭീരമായ ഒരു കവിത എഴുതുക അതിലും ബുദ്ധിമുട്ടാണ്, നല്ല കവികൾക്കറിയാം. പക്ഷേ ഏറ്റവും പ്രധാനം ഭാഷയിൽ ഒരു പുതിയ വാക്കുണ്ടാക്കുന്നതാണ്. അത് ഏതാണ്ട് അസാധ്യമാണ് മനുഷ്യൻ എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും, ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ, എൻ്റെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ എഴുത്തുകാരുടെയും പുസ്തകങ്ങളിൽ കാണുന്ന വാക്കുകളെല്ലാം മറ്റാരോ സൃഷ്ടിച്ച വാക്കുകളാണ്, അവരായിട്ട് സൃഷ്ടിച്ചതല്ല. ഈ വാക്കുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുണ്ടാക്കുന്ന അത്ഭുതം മാത്രമാണ് ആ സാഹിത്യം. പുതിയതായിട്ടൊരു വാക്കുണ്ടാക്കാനുള്ള കഴിവാണ് നമ്മൾ 90-100 വയസ്സിൽ മരിച്ചു പോകുന്നതിന് മുമ്പ് ഭാഷയ്ക്ക് എല്ലാ കാലത്തേക്കും ഉപയോഗിക്കാൻ ഉതകുന്ന ഒരു പുതിയ വാക്കിനെ സൃഷ്ടിച്ചിട്ട് പോകാൻ നമ്മൾ ശ്രമിച്ച് തുടങ്ങുമ്പോഴറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഒരു വാക്ക് പോലും നമുക്ക് സൃഷ്ടിക്കുവാനുള്ള സാധ്യത. പക്ഷേ ഈ വാക്കുകൾ മുഴുവനും ഒരു കാലത്ത് പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ട വാക്കുകളാണെന്ന് ഓർക്കുമ്പോഴാണ് സാഹിത്യകാരന്മാരല്ലാതെ മരിച്ചുപോയ കോടിക്കണക്കിന് മനുഷ്യർക്ക് നമുക്ക് എല്ലാ വലിയ എഴുത്തുകാർക്കും എന്നതുപോലെ ഒരു പ്രണാമം അർപ്പിക്കാനായിട്ട് തോന്നുന്നത്. അപ്പം ഞാൻ വാക്കിൻ്റെ വിലയെപ്പറ്റി ഓർത്തപ്പോൾ ഞാൻ ഈ കഥയിലേക്ക് എൻ്റെ മനസ്സുകൊണ്ട് അപ്പോൾ ആ വേദിയിലിരുന്നുകൊണ്ട് പോയി. അത് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു കഥാമത്സരമുണ്ട്. ഇന്ത്യൻ മണി ഏതാണ്ട് 25 ലക്ഷം രൂപയാണത്. അത് ഫ്രാൻസിലെ വാക്കുകളുടെ മ്യൂസിയം എന്നു പേരുള്ള ഒരു ഫ്രഞ്ച് വാക്ക് ഉള്ള ഒരു സംഘടന ഏർപ്പെടുത്തിയതാണ്. അതിന് ഒരു 8 വർഷം മുമ്പ് സമ്മാനം കിട്ടിയ ഒരു കഥ ഞാൻ വാരാന്ത പതിപ്പിൻ്റെ ചുമതല വഹിക്കുമ്പോൾ അത് ചോദിച്ച് വാങ്ങി വാരാന്ത പതിപ്പിൽ വിവർത്തനം ചെയ്തിട്ട് കൊടുക്കുകയുണ്ടായി. എസ് ഐ കുത്സി എന്ന് പറയുന്ന നമ്മുടെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള വിവർത്തകനാണ് ചെയ്തു തന്നത്. ആ കഥയുടെ പേര് വെടിക്കാരൻ എന്നാണ്. വൺ ഹു ഷൂട്ട്സ്, വെടിവെക്കുന്ന ആണ്, തോക്ക് ഉപയോഗിക്കുന്ന ആളാണ്. ആ കഥാമത്സരത്തിൻ്റെ നിബന്ധന ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ കഥ എഴുതണം എന്നുള്ളതാണ്. 10 വാചകത്തിൽ കൂടുതലായാൽ കഥയ്ക്ക് അവർ സെലക്ട് ചെയ്യുകയില്ല. 10 വാചകമാണ് മാക്സിമം ഉപയോഗിക്കാവുന്ന നിബന്ധന. 10 വാചകത്തിൻ്റെ ഉള്ളിൽ എഴുതപ്പെടുന്ന ഏറ്റവും മികച്ച കഥയ്ക്കാണ് 25 ലക്ഷം രൂപ ഇന്ത്യൻ മണി കൊടുക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു വാക്കിന് ഒരു 2 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് കിട്ടും, ഒറ്റ വാക്കിന്. അതാണ് വാക്കിൻ്റെ വിലയെപ്പറ്റി ഞാൻ ഓർക്കാൻ കാരണമായത്. നിങ്ങൾക്ക് സാഹിത്യത്തിൽ താല്പര്യമുള്ള ആരെങ്കിലും വായന എങ്ങനെയാണ് നമ്മളെ സാഹിത്യേതരമായ മൂല്യങ്ങളിലേക്ക് ഉയർത്തുന്നത് എന്നത് ഒരു ഉദാഹരണം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും. ചിലരത് എൻ്റെ പ്രസംഗങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, എന്നോട് ക്ഷമിക്കണം. പുതിയ കുഞ്ഞുങ്ങൾ ചില തലകൾ കാണുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. അർമാൻഡോ മക്കിയ എന്ന് പറയുന്ന 25 വയസ്സുള്ള എഴുത്തുകാരനാണ് സമ്മാനം കിട്ടിയത്. അർമാൻഡോ മക്കിയ. വേട്ടക്കാരൻ, സ്നിപ്പർ എന്നാണ് ആ കഥയുടെ ഇംഗ്ലീഷിലുള്ള പേര്. സ്നിപ്പർ. 10 വാചകത്തിൽ താഴെയുള്ളത് ഞാൻ പറയാം. അയാൾ ദിവസവും
ജോലിക്ക് പോകുവാനായി ബസ് കാത്തു നിൽക്കുന്ന സ്റ്റോപ്പിൽ താമസിക്കുന്ന വണ്ടിയെയും കാത്തു നിൽക്കുമ്പോൾ നിരത്തിന് എതിർവശത്തെ 14 നില കെട്ടിടത്തിൻ്റെ 7ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് ഒരു 4 വയസ്സുള്ള ആൺകുട്ടി അയാളെ നോക്കി വിരലുകൾ ഒരു തോക്കിൻ്റെ മുദ്രയാക്കി പിടിച്ച് ചൂണ്ടി ഠോ എന്ന് ശബ്ദിക്കുമായിരുന്നു. ഒരു വാചകം കഴിഞ്ഞു. ഒരു 2-3 ലക്ഷം രൂപയുടെ വാചകമാണ് ഈ പറഞ്ഞത്. ഒന്നുമില്ല, നിസ്സാരമാണ്. ഒരാൾ ബസ് കാത്തു നിൽക്കുന്നു, എതിരെയുള്ള നിരത്തിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു വലിയ കെട്ടിടത്തിൻ്റെ 7ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് ഒരു ആൺകുട്ടി, 4 വയസ്സുള്ള ആൺകുട്ടി അയാളെ നോക്കിയിട്ട് കൃത്യമായിട്ട് അവൻ്റെ ഠോ എന്ന് കേൾപ്പിക്കാം. അവൻ അങ്ങനെ ശബ്ദമുണ്ടാക്കുമ്പോഴൊക്കെ ആ കുഞ്ഞിനെ വിനോദിപ്പിക്കാൻ എന്ന പോലെ അയാൾ തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് കൈ ചേർത്ത് പിടിക്കുകയും വെടിയേറ്റതുപോലെ ഒന്ന് പുളയുകയും ചെയ്യും. അപ്പോഴെല്ലാം തൻ്റെ ഉന്നം പിഴയ്ക്കാത്തതിൽ സന്തോഷിച്ച് അവൻ ആഹ്ലാദിച്ച് ചിരിക്കും. 3 വാചകം കഴിഞ്ഞു. ഒന്നുമില്ല ഇതിനകത്ത്, രാഷ്ട്രീയമായിട്ട് കഥയൊന്നും ഇല്ല ഇതിനകത്ത്. പോകെ പോകെ ഇതൊരു സ്ഥിരം വിനോദമായി തീർന്നു. അയാൾ എപ്പോഴൊക്കെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നോ അപ്പോഴൊക്കെയും അവൻ തൻ്റെ വ്യാജ വെടി ഉതിർക്കുകയും സങ്കല്പത്തിൻ്റെ ഉണ്ട തൻ്റെ ഹൃദയത്തിൽ തർച്ചയായി നടിച്ച് അയാൾ പിടയുകയും അവൻ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും. 4 വാചകം. ഇന്നലെ പതിവ് പോലെ ആ വിനോദത്തിന് നിന്ന് കൊടുക്കുമ്പോൾ ഇത്തവണ കളിക്ക് ഒരു മാറ്റമാകാമെന്ന് കരുതി അയാൾ തൻ്റെ ബലിഷ്ഠമായ വിരലുകൾ, നടുവിരലും ചൂണ്ടുവിരലും തോക്കിൻ്റെ മൊനയാക്കി പിടിച്ച് അവന് നേരെ ചൂണ്ടുകയും ഠോ എന്ന് ശബ്ദിക്കുകയും ചെയ്തു. 5 വാചകം. അടുത്ത നിമിഷം ഒരു വലിയ ആക്രന്ദനത്തോടെ ബാൽക്കണിയിൽ നിന്ന്, 7ാം നിലയുടെ ബാൽക്കണിയിൽ നിന്ന് ആ കുഞ്ഞ് റോഡിലേക്ക് പെടഞ്ഞു വീണു. ചോരയുടെ ഒരു ചെറിയ വൃത്തത്തിനുള്ളിൽ പിടഞ്ഞുകൊണ്ട് അവസാന ശ്വാസം എടുക്കും മുമ്പ് അയാൾ പരിഭ്രമത്തോടെ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. 7 വാചകം. എൻ്റെ കുഞ്ഞെ, നീ എന്ത് അതിക്രമമാണ് ഈ കാണിച്ചത്? ഇന്നലെ വരെ നീ ചെയ്തതല്ല ഇന്ന് ഞാനും നിന്നോട് കാണിച്ചതുള്ളൂ എന്ന് അയാൾ ഇടറിയ തൊണ്ടയോടെ ചോദിച്ചു. അവസാനമായി കണ്ണടയ്ക്കും മുമ്പ് അവൻ്റെ പട്ടുപോലെയുള്ള ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു, അങ്കിൾ, ഇന്നലെ വരെ പക്ഷേ ഞാൻ താങ്കളെ വെടിവെച്ചത് കൊല്ലുവാൻ വേണ്ടിയിട്ട് ആയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ മരിച്ചു. ഇത്രയേ ഉള്ളൂ കഥ. ഒരു അസ്വാഭാവികതയൊക്കെ തോന്നിക്കുന്ന ഒരു കഥയാണ്. കുറച്ചൊരു മാജിക്കൊക്കെ അതിനകത്തുണ്ട് തോന്നും. ഇതിനെന്തിനാണ് 25 ലക്ഷം രൂപ കൊടുക്കുന്നതെന്നും നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ആദ്യം വായിക്കുമ്പോൾ. ഇതിൽ നല്ല കഥയൊക്കെ 10 വാചകത്തിൽ എഴുതാൻ സാധിക്കുകയില്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് ഒന്നും കൂടിയും വായിക്കുമ്പോൾ, രണ്ടാമത് വായിക്കുമ്പോൾ, മൂന്നാമത് വായിക്കുമ്പോൾ ഏറ്റവും സ്വാഭാവികമായ സാധാരണമായ വരികൾക്കകത്തു നിന്ന് നമ്മളെ എക്കാലത്തേക്ക് മുലയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം ഉയർന്നു വരുന്നത് കണ്ട് നമ്മൾ നടുങ്ങിപ്പോവും. അതിതാണ്, നിങ്ങളുടെ മുമ്പിൽ വന്നുവിടുന്ന പണം കൊണ്ടോ പദവി കൊണ്ടോ പ്രശസ്തി കൊണ്ടോ പ്രതാപം കൊണ്ടോ താഴേക്കിടയിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാളുടെ നേരെ ചൂണ്ടുന്ന വാക്ക് പോകട്ടെ, ഒരു ചെറിയ കയ്യാങ്ക്യം പോലും അയാളുടെ ഹൃദയത്തിൽ വെടിയുണ്ട പോലെ പതിക്കും. അയാൾ ചാവും. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പ്രയോഗിക്കാത്തൊരു തത്വമാണത്. ജാതി കൊണ്ടോ മതം കൊണ്ടോ രൂപം കൊണ്ടോ പ്രതിഭ കൊണ്ടോ പ്രശസ്തി കൊണ്ടോ സ്ത്രീയായി ജനിച്ചത് കൊണ്ടോ ഭാര്യയായി പോയതുകൊണ്ടോ മകളായി പോയതുകൊണ്ടോ ഗൈഡിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ശിഷ്യനായി പോയതുകൊണ്ടോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ കുഞ്ഞത്വം അല്ലെങ്കിൽ കുട്ടിത്വം അല്ലെങ്കിൽ ഇളമയുള്ള ഒരു വ്യക്തിയുടെ നേരെ ചൂണ്ടി നമ്മളൊരു കടുത്ത വാക്ക് പറയണ്ട, വെറുതെ ഒരു കൈമുദ്ര കാണിച്ചാൽ മതി, അയാൾക്കത് ശക്തമായിട്ട് കൊള്ളും. നിങ്ങളിനി നിങ്ങളുടെ മുകളിലിരിക്കുന്ന കുടുംബമാണെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ ഓർക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ, അല്ലെങ്കിൽ ഉദ്യോഗമാണെങ്കിൽ നിങ്ങളുടെ ബോസിനെ ഓർക്കാം. നിങ്ങൾ ഏതെങ്കിലും ജാതിയിലും മതത്തിലും പെട്ടതാണെങ്കിൽ നിങ്ങളെക്കാൾ കേമനാണെന്ന് സ്വയം അഭിമാനിക്കുകയും
വിഡ്ഢിത്തത്തോടെ അത് അങ്ങനെ വിചാരിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരാളുടെ വാക്കുകളായിട്ട് ഓർക്കാം. സാന്ദർഭികമല്ലാതെയെങ്കിലും അയാളൊക്കെ പറയുന്ന ചില വാക്കുകളായിട്ട് ഓർക്കാം. അങ്ങനെയുള്ള വാക്കുകൾ നിങ്ങളെ മുറിപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള അതിഗംഭീരമായൊരു കഥയാണത്. 25 വയസ്സുള്ള അജ്ഞാതനായ ഒരു അർമാൻഡോ മക്കിയ അർജന്റീനിയൻ ഭാഷയിൽ എഴുതിയ കഥയുടെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിൻ്റെ മലയാള തത്സമമാണ് പറഞ്ഞു കേൾപ്പിച്ചത്. ഇങ്ങനെയാണ് സാഹിത്യം നമ്മളെ സാംസ്കാരികമായിട്ട് നവീകരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ടോൾസ്റ്റോയുടെ ദസ്തേവ്സ്കിയുടെ കഥകളുടെ സംഗ്രഹമല്ല പറഞ്ഞു കേൾപ്പിച്ച ഏതൊരു അജ്ഞാത യുവാവിൻ്റെ കഥയാണ്. പക്ഷെ അത് രണ്ടാമത് വായിക്കുമ്പോഴും മൂന്നാമത് വായിക്കുമ്പോഴും ഇനിയും വായിക്കുമ്പോഴും എൻ്റെ നെഞ്ചിൽ ഈ കഥ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു കേൾപ്പിക്കുന്ന നിമിഷത്തിലും വേദനിപ്പിക്കുന്ന ഒരു ഉണ്ടയായിട്ട് വീണ്ടും വന്ന് ഇടിച്ചു. ഇത് വായന കൊണ്ട് നമ്മൾ ആർജിച്ച ഒരു വലിയ സാംസ്കാരികമായിട്ടുള്ള ഒരു അവബോധം കൊണ്ട് മാത്രം കൂടുതൽ തെളിഞ്ഞു കിട്ടുന്ന കഥയാണ്. അതായത് അനുശീലനം, ചിത്രകലയിൽ എന്നതുപോലെ കൃത്യമായ അനുശീലനം സാധിച്ചാൽ മാത്രം നമുക്ക് കൂടുതൽ തെളിഞ്ഞു കിട്ടുന്ന കഥകളും കവിതകളും ചിത്രങ്ങളും സിനിമകളും ഒക്കെ ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുകയില്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് വായിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന വലിയ എഴുത്തിൻ്റെ വലിയ പ്രകാശനങ്ങളുണ്ട്. ആ പ്രകാശനങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. കൂടുതലൊന്നും എൻ്റെ കഥയെപ്പറ്റി എൻ്റെ നോവലിനെ പറ്റിയൊന്നും സംസാരിക്കാൻ ഞാൻ ആളല്ല. കാരണം അത് എഴുതിയ സന്ദർഭത്തിൽ സുഭാഷ് ചന്ദ്രൻ അല്ല നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒട്ടും കരുത്തില്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യനാണ്. ആ സമയത്ത് മാത്രമേ എന്തോ ഒന്ന് എന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാൻ സാധിക്കുകയുള്ളൂ. അത് നല്ലതാണെന്നും ചീത്തയാണെന്നും പറയാനുള്ള അവകാശം നിങ്ങൾക്കാണ്. പക്ഷെ അതിനെപ്പറ്റി പുനഃസ്മരിക്കാൻ പോലും എനിക്ക് ബലമില്ല. അതിലൂടെയൊക്കെ കടന്നു പോകാനുള്ള ബലമില്ല. പലപ്പോഴും സമുദ്രശിലയൊക്കെ വായിച്ചിട്ട് എന്നെ ഫോണിൽ ചീത്ത പറഞ്ഞ് വിളിക്കുന്ന സ്ത്രീകളുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇത് എഴുതാൻ തോന്നി, ദുഷ്ടനാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഹൃദയം വേദനിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഇന്ന് ഞാൻ ലീവ് എടുക്കുകയാണ്, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എനിക്ക് കോളേജിൽ പഠിപ്പിക്കാൻ പോകാൻ പറ്റുന്നില്ല, ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല, എൻ്റെ ഇന്നത്തെ ദിവസം നശിപ്പിച്ചു നിങ്ങൾ എന്ന് പറയുന്ന ശകാരമാണ്. പക്ഷേ ആ ശകാരം പോലെ ഞാനൊരു ബഹുമതിയായിട്ടാണ് എടുക്കുന്നത്. കാരണം പെണ്ണിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ഒരാണായിട്ട് നടിക്കുകയെങ്കിലും ചെയ്യുന്ന എനിക്കത് എഴുതാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം ആ സമയത്തൊക്കെ എൻ്റെ ഹൃദയത്തെ ഞെരിക്കാറുണ്ട് വീണ്ടും വീണ്ടും. അപ്പോൾ എന്നെ കേൾക്കാൻ വന്ന നിങ്ങൾക്ക് ഒരു നമസ്കാരം. കൂടുതൽ ഒരുപാട് സംസാരിക്കുവാനുണ്ട് എഴുത്തിനെ പറ്റിയും വായനയെ പറ്റിയും. അത് പക്ഷേ അവനവനെ പറ്റിയുള്ള വീരസ്യം പറച്ചിലേക്ക് മാറിപ്പോകാൻ വലിയ ഒരു സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ബലം പിടിച്ച് പിന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. 8 മിനിറ്റ് ഉണ്ട്, അതിന് ഉത്തരമായിട്ട് ഞാൻ എന്തെങ്കിലും പറയാം എന്ന് കരുതുന്നു. നമസ്കാരം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, താങ്കൾ വിചാരിക്കാത്ത ഒരു മാനം മനുഷ്യൻ്റെ ആമുഖത്തിൽ കണ്ടതുകൊണ്ട് അവിടെ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു മെഴുക പ്രതിമ ഉണ്ടാക്കുന്ന കാര്യം താങ്കൾ പറയുന്നത് അത് എത്ര പ്രൊഫറ്റിക്കാണ്. ഇന്ന് ടെക്നോളജി വളർന്നിട്ട് വാക്സ് പ്രതിമ മാറി 3D പ്രിൻ്റഡ് പ്രതിമ. അതായത് നമ്മുടെ അച്ഛനോ അമ്മയോ മരിക്കുന്നതിന് മുമ്പ് അവരുടെ 3D പ്രിൻ്റ് എടുത്തു വെച്ചാൽ ലോകം നമ്മൾ മരിക്കുന്നവരത് കണ്ടുകൊണ്ടിരിക്കുക. എത്ര സയൻറ്റിഫിക്കാണ് അത്. ഞാൻ വരുന്നത് ജയചന്ദ്രൻ ഇന്നലെ മരിച്ചു, അല്ലെങ്കിൽ യേശുദാസിൻ്റെ അടുത്ത് മരിക്കും. ഇവരുടെയൊക്കെ വോയിസ് ഫയൽസിൻ്റെ ഡിജിറ്റൽ യേശുദാസും ഡിജിറ്റൽ ജയചന്ദ്രനും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള സൂചന കൂടി താങ്കൾ അതിൽ സംക്ഷേപിച്ചോട്. പക്ഷെ താങ്കൾ അറിയാത്തതാണ്. അങ്ങനെയുള്ള ഒരുപാട് ആഹാ മൂവ്മെൻറ്റ്സ് താങ്കളുടെ നോവലിൽ പലയിടത്തും ചേറിക്കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഒരു സർഗാത്മക ജ്ഞാനസ്നാനം കിട്ടിയ എഴുത്തുകാരന് മാത്രമേ ഈ പ്രവാചകത്തെ കിട്ടൂ. പ്രത്യേകിച്ചും മിന്നൽ കഥകളുടെ ഫ്ലാഗ് ഫിക്ഷൻ്റെ ഒരു ആചാര്യം കൂടിയായ താങ്കൾക്ക് ഇത് വെളിവാകുന്നതിന് ഒരു അത്ഭുതമില്ല. താങ്ക് യു. അത് ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു തോന്നുന്നു. അത് ചോദ്യമല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉത്തരം വേണ്ട. നന്ദി പറയുന്നു, ആ നല്ല വാക്കുകൾ പറഞ്ഞു. സാറിൻ്റെ ജോലി കഴിഞ്ഞുള്ള സമയത്തിൽ സാറ് വായനയ്ക്കാണോ എഴുത്തിനാണോ കൂടുതൽ സമയം ചെലവഴിക്കാറുള്ളത്? സാറിന് വായന സാറിനെ എഴുത്തിൽ സഹായിച്ചിട്ടുണ്ടോ? ഞാൻ വായിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു പണിക്കാരനാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പെന്ന മോള് കേട്ടിട്ടുണ്ടാവും, അതിൻ്റെ ചുമതലക്കാരനാണ്. അപ്പോൾ ദിവസവും 100 കണക്കിന്, അക്ഷരാർത്ഥത്തിൽ 100 കണക്കിന് രചനകൾ, കഥയും കവിതയും നോവലും ലേഖനങ്ങളുമായിട്ട് വരും. അത് വായിക്കലാണ് പ്രധാന ജോലി. അത് സെലക്ട് ചെയ്യൽ, അത് എഡിറ്റ് ചെയ്യലൊക്കെയാണ് പണി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന കൃതികൾ
വായിക്കുവാൻ പലപ്പോഴും സാധിക്കാറില്ല. കയ്യിൽ വരുന്നത് വായിക്കുന്ന പകൽ സമയത്ത് 10 to 5 നമ്മുടെ കയ്യിൽ കിട്ടുന്ന രചനകൾ വായിക്കേണ്ട ഒരാളാണ്. അപ്പോൾ ആയിരക്കണക്കിന് രചനകൾ അങ്ങനെ ദിവസവും വായിക്കേണ്ടി വരും. മുഴുവൻ വായിക്കേണ്ടി വരില്ല, 2-3 പേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതെന്ന് മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ ഉപേക്ഷിക്കും. പക്ഷേ നമ്മളെക്കൊണ്ട് മുഴുവൻ വായിപ്പിക്കുന്ന രചനകളുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. അജ്ഞാതരായ ആളുകൾ, നേരത്തെ അർമാൻഡോ മക്കിയെ പറ്റി പറഞ്ഞ പോലെ അജ്ഞാതരായ ആളുകൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന രചനകൾ അയക്കുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷം വരും. ഇങ്ങനെ ആളുകൾ ഭൂമിയിലുണ്ടല്ലോ എന്ന സന്തോഷം വരും. അല്ലെങ്കിൽ അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നല്ലോ, നമ്മളുടെ ആനുകാലികത്തിലൂടെ ലോകത്തിലേക്ക് ഇവരെ സമർപ്പിക്കാൻ സാധിക്കുന്നുള്ളൊരു സന്തോഷം വരും. അപ്പോൾ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരാൻ എന്നെ വായനയാണ് സഹായിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എഴുത്തും വായനയുമായി ബന്ധപ്പെട്ട ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് ഇതെന്നെ പരോക്ഷമായിട്ട് സഹായിക്കുന്നുണ്ട്. പണ്ട് കുഞ്ഞുണ്ണി മാഷ് MT വാസുദേവൻ നായരോട് ഇത് ചോദിച്ചു, മോള് ചോദിച്ച ചോദ്യം ചോദിച്ചു. അതായത് പകൽ മുഴുവനും ഈ ആയിരക്കണക്കിന് ചവറുകൾ എന്ന് പോലും വിളിക്കാവുന്ന സാഹിത്യം വായിച്ച് തള്ളുന്നത് താങ്കളെ പരോക്ഷമായിട്ട് ബാധിക്കുകയില്ലേ, താങ്കളുടെ എഴുത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുകയില്ലേ? കാരണം ലോക സാഹിത്യം വായിക്കുന്ന MT പകൽ മുഴുവൻ ഇതാണ് വായിക്കുന്നത്. ഈ യശപ്രാർത്ഥികളായിട്ടുള്ള പാവം മനുഷ്യരുടെ എഴുത്താണ്. അത് ഒരു മോശം കാര്യമായിട്ട് ഞാൻ പറയില്ല, എല്ലാ മനുഷ്യരും എഴുത്തുകാരൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ MT പറഞ്ഞ മറുപടി, കുറേ നേരത്തെ മൗനത്തിന് ശേഷം വാസു എന്നോട് പറഞ്ഞു, കുഞ്ഞുണ്ണി മാഷ് എഴുതുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ചവറ് അടിച്ചു കൂട്ടി കത്തിക്കുന്ന ഒരു പതിവുണ്ട്, അത് വളമായി തീരും എന്ന്. ആ ചാരം വളമായി തീരും എന്ന്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന ഒന്നും ചവറല്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. നമ്മൾ വായിക്കുന്ന എല്ലാം ഭാവിയിലേക്ക് നമ്മളെ ഗുണകരമായിട്ട് സ്വാധീനിക്കും. അത് വലിയ എഴുത്തുകാരുടേതായാലും ചെറിയ എഴുത്തുകാരുടേതായാലും അതിൽ നിന്ന് നമുക്ക് ഭാവിയിലേക്കുള്ളൊരു വളം നമ്മുടെ ആത്മാവിന് കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ പുസ്തകങ്ങൾ അധികം വായിക്കാറുണ്ട്. എനിക്ക് ഈ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എന്നെ ഒരുപാട് സഹായിച്ചു ഈ ക്ലാസ്, ഈ സാറിൻ്റെ ടോക്ക്. എനിക്ക് റഷ്യൻ സാഹിത്യകാരനായ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന കൃതി, അത് വളരെ ഏറ്റവും നല്ല പുസ്തകങ്ങളൊന്നാണ്. അത് വായിക്കുമ്പോൾ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നു. അതുപോലെ കാളിദാസൻ ഹിമാലയത്തെക്കുറിച്ച് വർണ്ണിച്ചു, അത് ബോർഗേസ് ആണ്. അത് അങ്ങനെ താങ്കൾക്ക് ഏതെങ്കിലും പഴയ കൃതികൾ അങ്ങനെ താങ്കളെ സ്വാധീനിച്ചിട്ടുണ്ടോ? അതാണ് ഇത്രയും നേരം ഞാൻ പറയാൻ ശ്രമിച്ചത്. ഞാൻ വായിച്ച എല്ലാം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞത്. എൻ്റെ പേര് പ്രസാദ് ശ്രീധർ. മാതൃഭൂമിയിലെ കഥകൾ തിരഞ്ഞെടുക്കുമ്പോൾ താങ്കൾ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. കഥകൾ 1-2 പേജെങ്കിലും നമ്മളെ കൊണ്ട് വായിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിഷ്കർഷ. നമ്മൾ ഹെഡിങ്, ഇപ്പോൾ കുട്ടപ്പൻ്റെ കഷ്ടപ്പാട് എന്നാണ് ഹെഡിങ് എങ്കിൽ നമ്മൾ വായിക്കില്ല പിന്നെ. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരാൾ കുട്ടപ്പൻ്റെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കഥ എഴുതണ്ടെന്ന് നമ്മൾ തീരുമാനിക്കും. ആദ്യത്തെ പാരഗ്രാഫിൽ പെട്ടതള്ള പൊറുക്കാത്തൊരു അക്ഷരത്തെറ്റ് കണ്ടാൽ നമ്മളത് വായിക്കില്ല. കാരണം കഥ എഴുതുന്നവൻ അച്ഛൻ എന്ന് എഴുതുമ്പോൾ അച്ഛൻ തന്നെ എഴുതണം. അത് പുതിയ കാലത്ത് പറയും അക്ഷരത്തെറ്റിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് പ്രതിഭാഷ, അത് പോരാ. നമ്മുടെ ടൂളാണിത്. നമ്മൾ ഒരു കളയ്ക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ തൂമ്പയാണ് നമ്മുടെ ആയുധം എന്ന് പറയുന്നത് പോലെ എഴുത്തുകാരനാണെങ്കിൽ അവൻ്റെ ആയുധം, ടൂൾ എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ആ വാക്കിൽ അവൻ്റെ ഗ്രിപ്പ്, അവൻ്റെ പിടുത്തം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവന് അതിനെപ്പറ്റി ധാരണ ഉണ്ടാവണം. അപ്പോൾ അച്ഛൻ എന്ന് എഴുതാൻ പറ്റാത്ത ഒരാൾ അച്ഛൻ എന്നാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ അത് വായിക്കില്ല. കാരണം ആ ഒരു ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് അതിനോടുള്ള മതിപ്പ് പോവും. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതാൻ കഥ വരുത്താൻ വേണ്ടി അയക്കുന്ന ഒരാളുടെ ഒരു ഹൈറ്റിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാളായിരിക്കും ഇത് അയക്കേണ്ടത്, അങ്ങനെയുള്ള കഥകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരം ചില നമ്മളുടെ പിൻവലിക്കലുകൾ കഥയുടെ ആദ്യത്തെ പേജ് തന്നെ, കഥയുടെയോ കവിതയുടെയോ ആദ്യത്തെ പുറത്തിൽ തന്നെ കണ്ടാൽ നമ്മൾ പതുക്കെ അത് മാറ്റിവെക്കും. പിന്നെ വായിച്ച് പോകാൻ, ഇപ്പോൾ ഒറ്റ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ എത്ര അജ്ഞാതനാണെങ്കിലും നമുക്കൊരു മതിപ്പ് തോന്നുന്നൊരു എഴുത്താണെങ്കിൽ നമ്മൾ മുഴുവൻ വായിക്കും. അതിലൂടെ നമുക്ക് തന്നെ അതിൽ നിന്ന് കണ്ണു വലിക്കാൻ പറയും. അങ്ങനെ നമ്മൾ വായിപ്പിക്കുന്ന സാധനമാണെങ്കിൽ അതെന്തായാലും നമ്മൾ പ്രസിദ്ധീകരണത്തിനായിട്ട് മാറ്റിവെക്കും. പ്രസിദ്ധരായ ആളുകൾ എഴുതുമ്പോൾ ഈ പ്രശ്നം വരാറുണ്ട്. കാരണം ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അതിപ്രഗത്ഭരായ ആളുകൾ മാതൃഭൂമി ആഴ്ചപ്പതിൽ കഥ അയക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, അതെന്തുകൊണ്ട് അത് കൊടുക്കുന്നു? ഇതിപ്പോൾ പേര് മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു ദാമോദരനോ സുധാകരൻ എന്നുള്ള പേരിലാണ് ഇത് തന്നെ വന്നിരുന്നെങ്കിൽ നിങ്ങൾ കൊടുക്കുകയില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ എഴുത്തുകാർ നമ്മുടെ ഭാഷയ്ക്ക് ഒരുപാട് കാലമായിട്ട് വലിയ സർഗസംഭാവന ചെയ്ത ആളുകളാണ്.
അവരുടെ ഭാഷയിൽ വന്ന അപജയമോ അവരുടെ ശില്പഭദ്രതയിൽ വന്ന കുറവോ അവർക്ക് തന്നെ വന്നുപെട്ട പിന്മാറ്റങ്ങളോ കൂടി സാഹിത്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ശരിക്കും. നമ്മൾ ഭാവിയിൽ ഒരു 50 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ആരാധ്യരായിട്ടുള്ള എഴുത്തുകാരെ പറ്റി പഠിക്കുമ്പോൾ ഒരു വിമർശകനോ ഒരു സാഹിത്യ പഠിതാവിനോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു ഡിക്ലൈൻ ഈ വർഷം തൊട്ട് തുടങ്ങി. പിൽക്കാലത്തെ എഴുത്ത് അത് ചരിത്രപരമായിട്ടുള്ള സാംസ്കാരിക ചരിത്രപരമായിട്ടുള്ള ഒരു രേഖയാണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മളത് കൊടുക്കുന്നത്. കാരണം അത് പ്രസിദ്ധീകരിക്കാതെ മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ 80 വയസ്സ് തികഞ്ഞ ആളുകൾ അല്ലെങ്കിൽ 90 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ കഥ എഴുതിയിട്ട് അയക്കുമ്പോൾ നമ്മൾ ആ ഒരു ബഹുമാനം കൂടി നമുക്കുണ്ട്. അവരാണ് നമ്മുടെ വീടിൻ്റെ അടിത്തറ പണിത് തന്ന ആളുകൾ. അവരെ നമ്മൾ വീട്ടിലൊരു ആഘോഷം നടക്കുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ഫ്രണ്ടിൽ ഇരുത്തണം, ഉമ്മർത്തിരുത്തണം. അല്ലാതെ അവർ ഇപ്പം നിങ്ങൾ ഉള്ളിൽ മാറിയിരുന്നോളാൻ പറഞ്ഞ് നമ്മൾ ഒളിപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ 2 സംഘർഷങ്ങളുണ്ട്. പുതിയ ആളുകളെ കാണുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മാത്രം നോക്കിയിട്ട് ഉൾക്കൊള്ളുവാനും, പഴയ ആളുകളെ കാണുമ്പോൾ കുറച്ച് മങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ഭാഷയോടും സംസ്കാരത്തോടും ബഹുമാനമുള്ള ഒരു എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് അവരെ അവഗണിക്കാതിരിക്കാനും നമ്മളൊരു സംയമനം പാലിക്കണം എന്നുള്ളതാണ് പ്രധാന കാര്യം. കുറെ നാളായിട്ടുള്ള സംശയങ്ങളിൽ 1-2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു എഴുത്തുകാരൻ എഴുതാൻ ശ്രമിക്കുമ്പോൾ അയാൾ സ്വീകരിച്ച അല്ലെങ്കിൽ അയാളുടെ മനസ്സിലുള്ള കഥ, ആ കഥ എഴുതി തീരുമ്പോഴേക്കും ഒരുപാട് മാനസിക പീഡകളിലൂടെ അല്ലെങ്കിൽ വ്യതകളിലൂടെ കടന്നു പോകും. അപ്പോൾ ഒരു കഥയോ നോവലോ എഴുതി തീരുമ്പോൾ അത് അയാളെ മാനസികമായി എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് പുറത്തു കടക്കാൻ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒന്നാമത്തെ കാര്യം. വേറൊരു കാര്യം കുറേ നാളായിട്ട് ആലോചിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, എഴുത്തിൽ നമ്മളിങ്ങനെ പറയില്ല, അറം പറ്റുക എന്ന് പറയുന്ന പോലെ കിളിപ്പാട്ട് എന്തുകൊണ്ടുണ്ടായി, അതുപോലെയുള്ള കാര്യങ്ങൾ പരിചയമുള്ള ആളുകളും പ്രശസ്തരായ ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കോയിൻസിഡൻസ് പോലെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇതുമായിട്ട് ഞാൻ എഴുതിയതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് എനിക്ക് ആലോചിക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പേടിക്കണോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി നിൽക്കണം, ഇതിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? എഴുത്തൊരു സമയം കഴിഞ്ഞ് എഴുത്തൊരു പ്രസവം പോലത്തെ പരിപാടിയാണ്. അതിൻ്റെ എല്ലാ വേദനയോടെയും അത് നിർവഹിച്ചു പോവുകയാണ് ചെയ്യുക. അത് ആണായാലും പെണ്ണായാലും സർഗാത്മകത സൃഷ്ടി എന്നാണല്ലോ നമ്മൾ പറയുക. കലാസൃഷ്ടി, സംഗീത സൃഷ്ടി, സാഹിത്യ സൃഷ്ടി എന്നാണ് പറയുക. അതിനൊരു ബീജാഭാവമുണ്ട് ആദ്യം, അതിൻ്റെ ഒരു ഉള്ളിൽ കിടന്നുള്ള വളർച്ചയുണ്ട്. നമ്മൾ ഗർഭം പോലെ തന്നെ 9 മാസം പോലെ തന്നെ. പിന്നെ അതിൻ്റെ പ്രസവത്തിൻ്റെ സമയമാകുമ്പോൾ ഡെലിവറി ചെയ്യുക എന്നുള്ള സാധനമാണ്. ഡെലിവറി, പ്രസംഗത്തിന് ഡെലിവറി എന്നുള്ള വാക്ക് പഴയ കാലത്തിൽ ഒരേ വാക്ക് തന്നെ വന്നത് അതുകൊണ്ടാണ്, ടു ഡെലിവർ എന്ന് പറയും. ആ ഡെലിവറിയുടെ സമയം അതിൻ്റെ എല്ലാ തീക്ഷ്ണമായ വേദനകളോടെയും മരണത്തെ തന്നെ അഭിമുഖീകരിക്കുന്ന ആ സന്ദിഗ്ധതകളോടെയും നമ്മൾ നിർവഹിക്കും. അത് നമുക്കതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ നമുക്കത് ഇത് വേണമോ വേണ്ടയോ എന്ന് പിന്നെ തീരുമാനിക്കാൻ പറ്റില്ല. ഈ സർക്കാർ ആശുപത്രികളിൽ പ്രസവിക്കുന്ന പെണ്ണുങ്ങളോട് അവിടുത്തെ നഴ്സുമാർ മുരട്ട് സ്വഭാവമുള്ള പെണ്ണുങ്ങൾ ചില അശ്ലീല പദങ്ങളൊക്കെ പറയും. അതുപോലെ ആ സമയത്ത് അതൊക്കെ കേട്ടാൽ പോലും അതിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. ആ വേദന നമ്മൾ സഹിച്ച് അത് നിർവഹിക്കുക തന്നെ. മോള് ചോദിച്ച 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഈ എഴുത്തിൻ്റെ സന്ദർഭത്തിൽ ആർഷപദം എന്ന് പറയും. പഴയ കാലത്ത് ഋഷിയുടെ വാക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം, ആർഷപദം. അതായത് എഴുത്തുകാരൻ പ്രയോഗിക്കുന്ന ഒരു വാക്കോ വാചകമോ അദ്ദേഹം പോലും ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളിലേക്ക് വളരും. അത് യഥാർത്ഥ ആർഷപദമാണെങ്കിൽ, ആ ഋഷിത്വത്തോടു കൂടി എഴുതുന്ന ഒരു വാക്കോ ഒരു വാചകമോ അദ്ദേഹം യഥാർത്ഥത്തിൽ ആ സമയത്ത് ഉദ്ദേശിക്കാത്തൊരു തരത്തിലേക്ക് വളരും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ലോക സാഹിത്യത്തിലും ഉണ്ട്. ആ സന്ദർഭത്തിൽ വിചാരിക്കാത്ത ഒരു സംഗതി, ഒരു ചെറിയ വാചകം ഞാൻ പറയാം. അരക്ഷിതമായ ആൾക്കൂട്ടത്തിൻ്റെ തള്ളയില്ലായ്മകളിലേക്ക് നരേന്ദ്രൻ ഇറങ്ങി. ഭയം അതിൻ്റെ തീക്കനൽ പോലുള്ള നാക്കുകൊണ്ട് നരേന്ദ്രൻ്റെ നട്ടലിൽ നക്കി. അരക്ഷിതമായ ആൾക്കൂട്ടത്തിൻ്റെ തള്ളയില്ലായ്മകളിലേക്ക് നരേന്ദ്രൻ ഇറങ്ങി. ഒരു കഥയുടെ അവസാനം, ഭയം അതിൻ്റെ തീക്കനൽ പോലുള്ള നാക്കുകൊണ്ട് നരേന്ദ്രൻ്റെ നട്ടലിൽ നക്കി. അത് എഴുതുന്ന സമയത്ത് നരേന്ദ്രൻ എന്നുള്ള പേരുള്ള ഒരു ഭരണാധികാരി ഇന്ത്യയിൽ വന്നിട്ടില്ല. നമുക്കതൊരു ഭരണാധികാരിയാവുന്ന അറിയില്ല. പക്ഷെ ഇപ്പോൾ ഒന്ന് നിങ്ങൾ വീണ്ടും അത് വായിച്ചു നോക്കൂ. പർദീസ നഷ്ടം എന്നുള്ള കഥ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാണ്ട് എൻ്റെ കഥ പറഞ്ഞത് ക്ഷമിക്കണം. ആൾക്കൂട്ടത്തെ ഓർക്കുക. അരക്ഷിതമായ ആൾക്കൂട്ടത്തിൻ്റെ തള്ളയില്ലായ്മ തരങ്ങളിലേക്ക്
ഇറങ്ങുന്ന ഒരാളെ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രനാണെന്ന് ഓർക്കുക. അധികാരത്തിൻ്റെ ഒരു തുങ്കപദത്തിലിരിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ ഭയം അതിൻ്റെ തീക്കനൽ പോലുള്ള നാക്കുകൊണ്ട് നരേന്ദ്രൻ്റെ നട്ടലിൽ നക്കിയെന്ന് ഒന്നുകൂടി വായിച്ചു നോക്കുക. അപ്പോൾ അതിനകത്തൊരു അധികമായിട്ടുള്ള മാനം നമുക്ക് തോന്നും. അതിങ്ങനെ പ്ലാൻ ചെയ്ത് എഴുതുന്നതല്ല, അത് വന്നു ചേരും. പിന്നെ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാലത്തിൻ്റെ രേഖീയമായ പ്രയാണമല്ല സർഗാത്മകതയിലുള്ളത്. നമുക്കാണ് ഈ സമയം ഇങ്ങനെ പോകുന്നു, ഘടികാര കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നാളെയാവും മറ്റന്നാളാവും 26 വരും 27 ആവും എന്നൊക്കെ പറയും. പക്ഷേ സർഗാത്മകതയിൽ ഒരു ആണ്ടുമുങ്ങലാണ് ഉള്ളത്, രേഖീയമായ കാലമല്ല. അത് നമ്മൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു മുങ്ങലാണ് ഒരു ഉള്ളിലേക്ക്. അപ്പോൾ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മൾ അതുമായിട്ട് പൊങ്ങി വരും, ബ്രീത്ത് ചെയ്യും. നമ്മുടെ ശ്വാസം മുട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ബ്രീത്ത് ചെയ്യും. അപ്പോൾ അതിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളെ അനുഭവിപ്പിക്കുന്ന സാഹിത്യത്തെയാണ് നമ്മൾ വലിയ സാഹിത്യം എന്ന് പറയുന്നത്. ലോക സാഹിത്യം വായിക്കുമ്പോൾ നമ്മൾ അത്തരം ഒരുപാട് സന്ദർഭങ്ങളിലൂടെ വീണ്ടും 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 കടന്നു പോകും. വലിയൊരു നമസ്കാരം ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർക്കൊക്കെ അർപ്പിക്കാൻ നമുക്ക് തോന്നുകയും ചെയ്യും. താങ്ക് യു.